ഇത് ഏറ്റവും പ്രമുഖമായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സമരമാണ്. അതായത് ടോൾ പ്ലാസയിൽ തോന്നിയ രീതിയിൽ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനം വന്ന സമയത്താണ് അവിടെ വലിയൊരു സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. വലിയ സമരം. ആ സമരത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ വളരെ തന്ത്രപൂർവം പോലീസ് കല്ലെറിഞ്ഞും ലാത്തിചാർജ് നടത്തിയും പ്രവർത്തകരെ എല്ലാം പല വഴികളിലേക്ക് പിരിച്ചുവിട്ടതിന് ശേഷം അവരുടെ ടാർഗറ്റ് തന്നെ ഞാൻ തന്നെയായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന, പ്രതിഷേധിക്കുന്ന, പ്രതികരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ്റെ നാവ്, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ തന്നെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അത്രയും ക്രൂരമായിട്ടുള്ള ഒരു ലാത്തി ചാർജ് എനിക്കെതിരെ നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഗൗരിയമ്മയ്ക്കും അതുപോലെ തന്നെ അജിത അവർക്കും ശേഷം കേരളത്തിൽ ഇത്ര കണ്ട് പോലീസ് ക്രൂരമായി വളഞ്ഞിട്ട് ആക്രമിച്ച ഒരു സ്ത്രീ ഞാൻ തന്നെയായിരുന്നു. അതിനുശേഷം സത്യത്തിൽ എൻ്റെ തല പൊട്ടിപ്പൊളിഞ്ഞു. ആ പ്രതിഷേധത്തിനിടയിൽ എനിക്കതൊന്നും വലിയ വിഷയമായിരുന്നില്ല. കാരണം എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള 1-2 പേരെ വലിയ രീതിയിൽ തല്ലുന്ന സമയത്ത് ഞാൻ ചോരയൊലിച്ച് നിൽക്കുമ്പോഴും അവരെ പിടിച്ചു മാറ്റാനും പോലീസിനെ പിടിച്ചു മാറ്റാനുമുള്ള ഒരു വലിയ ശ്രമമാണ് ഞാൻ നടത്തിയത്. എൻ്റെ തലയിലൂടെ ചോര പൊട്ടി ഒഴുകുന്നത് പോലും ഞാൻ അറിയാതിരുന്ന സമയത്ത് ഒരു വണ്ടി, അതായത് ഞാൻ ഓർക്കുന്നത് ഒരു കള്ള് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയായിരുന്നു. ആ കള്ള് കൊണ്ടുപോകുന്ന വണ്ടിയിലെ സാധാരണ തൊഴിലാളിയുടെ മനസ്സലിഞ്ഞ് ആ വണ്ടി അവിടെ നിർത്തിയതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ഓടി വരുന്നതും അവൻ ഉടുത്ത മുണ്ട് നടുവിൽ കീറിയിട്ട് എൻ്റെ തല കെട്ടി തന്നിട്ടുള്ള ഒരു അനുഭവം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമരം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു പുത്തരിയായിട്ടുള്ള കാര്യമല്ല. ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ അതിനെ തുടർന്നുണ്ടായിട്ടുണ്ട്. കാരണം ഈ തല പൊട്ടി പൊളിഞ്ഞതിന് ശേഷം എനിക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു. ഇവിടെ മുതൽ ഇവിടം വരെയായിരുന്നു ആ സർജറി ചെയ്തത്. അതിനെ തുടർന്ന് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ അതിൻ്റെ പരിണിതഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയാണ്, കനലാണ്. ആ കനൽ എരിയിച്ചെടുക്കാൻ തൻ്റെ ഇടമില്ലാത്തവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്കെന്ത് നഷ്ടമുണ്ടായി, എനിക്കെന്ത് വേദനയുണ്ടായി എന്നൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ തീക്ഷ്ണമായ പോരാട്ടം ഇവിടെയും എനിക്ക് തുടരാനുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ കാണുന്നത് അതിനേക്കാൾ വലിയ കൊള്ളക്കാരനെയാണ്, അതിനേക്കാൾ വലിയ കൊള്ള നടക്കുന്നതാണ്. ആ കൊള്ളയെ അവസാനിപ്പിക്കാനുള്ള ദീർഘമായിട്ടുള്ള പോരാട്ടം നിങ്ങൾ എന്നോടൊപ്പം ചേരണം.